الفائزين برضا الله أما بعد. بسم الله الرحمن الرحيم. ألا وإن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله العظيم العلي العظيم. صدق وبلغ رسوله النبي الكريم. نحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും ബഹുമാനത്തോടെ നിറഞ്ഞ യോഗാധ്യക്ഷ ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയ പ്രസിഡന്റ് കെ മാഹീൻ സാഹിബ് അവർ, വൈസ് പ്രസിഡന്റ് ഷാജഹാൻ സാഹിബ് അവർ, ജനറൽ സെക്രട്ടറി ഹാസിൻ സാഹിബ് അവർ, ഖജാജി നൗഷാദ് സാഹിബ് അവർ, സെക്രട്ടറി റഹ്മാൻ സാഹിബ് അവർ, അതുപോലെ ഈ പരിശുദ്ധമായ യോഗത്തിന് ഖിറാഅത്ത് കൊണ്ട് അനുഗ്രഹിച്ച നാസർ സഖാഫി ഉസ്താദ് അവർ, പ്രൗഢഗംഭീരമായ ഭാഷണവും സ്വാഗതവും ആശംസിച്ച ബഹുമാന്യനായ മാഹീൻ ഫൈസി ഉസ്താദ് അവർ, മറ്റ് ഈ വേദിയെ ധന്യമാക്കുന്ന ഉലമാക്കൾ, ഉമറാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞനുജന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ദുനിയാവും ആഖിറവും വിജയിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു ഭാഷണത്തിൻ്റെ സമയമായിട്ട് തോന്നുന്നില്ല. നല്ല പ്രൗഢഗംഭീരമായൊരു പ്രഭാഷണവും അതുപോലെ ഉപദേശവും ഒക്കെ മാഹീൻ ഫൈസി ഉസ്താദ് അവരുകൾ നല്ലതുപോലെ നടത്തി. അല്ലാഹു അതൊക്കെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ പള്ളിക്ക് ഖിദ്മത്തെടുക്കാൻ ഈ ഭരണമേറ്റെടുത്ത കമ്മിറ്റിക്ക് അല്ലാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ഉറൂസിന്റെ അന്ന് ബാബമസ്താന്റെ അനുഗ്രഹത്തോടെ ഭരണ നിർവഹണ രംഗത്തേക്ക് കടന്നു വരാൻ ലഭിച്ചത് ചിലപ്പോൾ ഭാഗ്യമാകാം, ചിലപ്പോൾ ദൗർഭാഗ്യവുമാണ്. ഏതായാലും അല്ലാഹു പൂർണ്ണമായും ഭാഗ്യത്തിലാക്കട്ടെ. ആ ഒരു ഹുർമത്തോടെ മുന്നോട്ട് പോകാൻ അല്ലാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഒരു ആമുഖമൊന്നും ഇല്ലാതെ കിടക്കുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ലോകമറിയുന്ന അല്ലാഹുവിന്റെ ആരിഫീങ്ങളുടെ പ്രമുഖനാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളും ഉപദേശങ്ങളും ലോകത്തിന് സമ്മാനിച്ച മഹാനുഭാവനാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. അവിടുത്തെ ജീവിതത്തിന്റെ ഒരുപാട് കാലം പരിശുദ്ധമായ ഹറമിൽ മക്കയിൽ ജീവിച്ചു. ആ മക്കയിൽ ജീവിക്കുന്ന സമയത്ത് അവിടെ എന്തെന്നില്ലാതെ ഒരു വരൾച്ച വന്നു. മഴയില്ല, വെള്ളമില്ല, ജനങ്ങളാകെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമൊക്കെയായി. എല്ലാവരും നെട്ടോട്ടമായി. അങ്ങനെ ആ നാടിന്റെ ഉലമാക്കളും എല്ലാവരും കൂടി തീരുമാനിച്ചു, മഴയെ തേടുന്ന നമസ്കരിക്കാൻ വേണ്ടി അവരെല്ലാവരും തീരുമാനിച്ചു. 3 ദിവസം ആ നാട് ഒന്നടങ്കം ഒരുമിച്ച് കൂടി ഇമാമിന്റെ നേതൃത്വത്തിൽ സുന്ദരമായ നമസ്കാരം കഴിഞ്ഞു. ദീർഘനേരം അല്ലാഹു തമ്പുരാനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. 3 ദിവസമായിട്ടും ഒരു തുള്ളി മഴ പോലും അല്ലാഹുവിന്റെ വാനലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നില്ല. ഇന്നാണെങ്കിൽ നമ്മൾ ബാബമസ്താന്റെ ഓരത്ത് വന്നാൽ, ഉമ്മച്ചാന്റെ ഓരത്ത് വന്നാൽ നമുക്കൊക്കെ ഒരു വാശിയാ. ഞാൻ ചോദിച്ചിട്ട് തന്നില്ല, അള്ളാഹ്ക്ക് എന്തോ ഒരു കുറവുണ്ടായതുപോലെയാ. ചില ആളുകളുടെ ഭാഷ എങ്ങനെ, അല്ലാഹു തമ്പുരാൻ നമ്മൾ ചോദിച്ചു തീർത്തും അപ്പൊ തന്നെ കിട്ടിക്കൊള്ളണം എന്ന വാശിയോടെ ഓടി നടക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും പരീക്ഷിച്ചും അങ്ങോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. അപ്പോ പരിശുദ്ധമായ ഹറമിന്റെ ഓരത്ത് എല്ലാ നിലയ്ക്കും ഇജാബത്തിന് പറ്റുന്ന സാഹചര്യങ്ങൾ നിറഞ്ഞ ആ സാമീപ്യം വെച്ച് റബ്ബിനോട് നേരിട്ട് പ്രഗത്ഭരായ ഉലമാക്കൾ ദുആ ചെയ്തു. 3 ദിവസവും മഴയത്തിടുന്ന നമസ്കാരം നടത്തി, പ്രാർത്ഥനകളായി, ദിക്റുകളായി നാടൊന്നടങ്കം ആമീൻ പറഞ്ഞു. ഒരു തുള്ളി മഴ അല്ലാഹു കൊടുത്തില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളുടെ നാട്ടിലുണ്ട്. അവിടുന്ന് 3-ാമത്തെ ദിവസത്തിന്റെ രാത്രി ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹ്, ഈ നാടിന്റെ ജനങ്ങൾ ഒന്നടങ്കം നിന്റെ മുന്നിലേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞിട്ടും നീ ഒരിറ്റ് മഴ കൊടുത്തിട്ടില്ലോ, ഒരിറ്റ് വെള്ളം നീ കൊടുത്തില്ലല്ലോ തമ്പുരാനെ എന്ന് വേദനയോടെ പറഞ്ഞു.
പിറ്റേ ദിവസം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു. ഇങ്ങനെ ദുആ ചെയ്താൽ പോരാ, നാളെ ഈ മക്കയുടെ ഒടിഞ്ഞ ഒരു കോണിൽ പോയി ഒരു മലയുടെ മുകളിൽ കയറി ഒറ്റയ്ക്കിരുന്ന് തനിച്ചിരുന്ന് ഇബാദത്തെടുത്ത് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണമെന്ന് തീരുമാനിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പരിശുദ്ധമായ മക്കയുടെ ഓരത്തുള്ള സുന്ദരമായ ഒരു മലയുടെ മുകളിലോട്ട് കയറി. ആ മലയുടേതായ മുകളിലുള്ള ഒരു ഗുഹയിലേക്ക് അഭയം തേടി അവിടെ നമസ്കരിച്ചു, ഖുർആൻ ഓതി. ഒരുപാട് നേരം ഇങ്ങനെ ഇബാദത്തിലൂടെ കഴിഞ്ഞുകൂടിയിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ അവിടെ നിന്ന് പല്ലെ എന്തോ ഒരാവശ്യത്തിനായി ആ ഗുഹാമുഖം വിട്ട് പുറത്തോട്ടൊന്ന് കടന്നു വരുമ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ കാണുന്നത് അതാ മലയുടെ അടിവാരത്ത് നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കയറി വരികയാ. നോക്കുമ്പോ കറുത്ത രൂപമാണ്, നീഗ്രോക്കാരനാന്ന് മനസ്സിലായി. ശരീരം മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്, എല്ലുകൾ ഉന്തി നിൽക്കുന്നുണ്ട്. ദിവസങ്ങളോളമായി ഭക്ഷണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കാത്ത ഒരു മസ്തു ബാധിച്ച മനുഷ്യനെ പോലെ ഒരു യുവാവ് അങ്ങനെ കടന്നു വരുന്നു. മെല്ലെ മെല്ലെ മല കയറി വരികയാ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറയുന്നു, ഞാൻ അങ്ങനെ ആ മനുഷ്യനെ ശ്രദ്ധിക്കുമ്പോ സാധാ ഒരു കോലമല്ല, എന്തോ ഒരു പ്രത്യേകത അദ്ദേഹത്തിന്റെ മുഖത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ കുറച്ചൊളിച്ചിരുന്നു, ഒരു കല്ലിന്റെ പുറകിലായി മാറിയിരുന്നു. ആ മനുഷ്യനെ വീക്ഷിച്ചു. ആ ചെറുപ്പക്കാരനതാ എല്ലുന്തിയ ഒരു തോർത്ത് കൊണ്ട് മാത്രം എടുത്തുപോയ ആ മനുഷ്യൻ ഇങ്ങനെ മല കയറി കയറി മുകളിലോട്ട് വന്നിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിലോട്ട് മാറി തന്റെ അരയിൽ പൊതിഞ്ഞു വെച്ചിരുന്ന മറ്റൊരു തുണിയെടുത്തുകൊണ്ട് ആ മരത്തിന്റെ ചുവട്ടിലേക്ക് വിരിച്ചിട്ട് നമസ്കാരം തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ മനുഷ്യനങ്ങ് നമസ്കരിച്ചു, സുജൂദിലായി കിടന്നുകൊണ്ട് അതോ പുലമ്പുന്നത് കാക്കുകയാ. അടുത്തോട്ട് വന്ന സംസാരം ഒന്ന് ശ്രദ്ധിക്കുമ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാ, ആ മനുഷ്യൻ ഇങ്ങനെ റബ്ബിനെ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ്. അല്ലാഹ്, പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഓരത്തല്ലേ അല്ലാഹ്. ഈ കണ്ട ജനങ്ങളെല്ലാം, ഉലമാക്കളെല്ലാം, മുതഅല്ലിമീങ്ങളെല്ലാം, ഈ മുഅ്മിനീങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയത് അല്ലാഹുവേ മഴയ്ക്ക് വേണ്ടി നിന്റെ മുന്നിലല്ലേ റബ്ബേ. എന്നിട്ട് അവര് 3 ദിവസം പൊട്ടിക്കരഞ്ഞിട്ട് ഒരൊറ്റ വെള്ളം പോലും നീ കൊടുത്തില്ലല്ലോ അല്ലാഹ്. ഒരൊറ്റ വെള്ളം പോലും, ഒരു തുള്ളി മഴ പോലും നീ വർഷിപ്പിച്ചില്ലല്ലോ അല്ലാഹ്. അതുകൊണ്ട് റബ്ബേ, ഈ നാട് പവിത്രമാണ് നാടാട്. ഈ നാട്ടിന് നീ എത്രയും വേഗം മഴ നൽകണേ അല്ലാഹ്. മഴ നൽകിയില്ലെങ്കിലല്ലോ ഞാൻ ഈ സുജൂദിൽ എഴുന്നേൽക്കില്ല റബ്ബേ. മഴയുടെ സുന്ദരമാണ് മഴത്തുള്ളികൾ എന്റെ പുറത്ത് വീണിട്ട് എന്റെ ശരീരം കുളിർക്കും, എന്റെ ശരീരം കുളിർമയണിഞ്ഞിട്ടല്ലാതെ ഞാൻ ഈ സുജൂദിൽ എഴുന്നേൽക്കൂല തമ്പുരാനെ. അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാണ്. അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. സുബ്ഹാനല്ലാഹ്. അത്ഭുതത്തോടെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ ലോകമറിയുന്ന ഔലിയാക്കളുടെ നേതാവാ. ഒരുപാട് കറാമത്തുകളുള്ള അത്ഭുതം പ്രകടിപ്പിക്കുന്ന ഒരുപാട് അത്ഭുതമുള്ള ഉലമാക്കളുടെ നേതാവാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ. അത്ഭുതമാല നോക്കി നിൽക്കുമ്പോ അതാ സുന്ദരമായ ആകാശം അതാ കാർമേഘങ്ങളെ കൊണ്ട് നിറഞ്ഞ് മഴത്തുള്ളികൾ വർഷിക്കാൻ തുടങ്ങി. സുബ്ഹാന ജല്ല ജലാലു. ആ മനുഷ്യനതാ മഴ പെയ്തപ്പോ ആ സുജൂദിൽ എഴുന്നേറ്റു സലാം വീട്ടി നേരെ മല ഇറങ്ങി. അത്ഭുതമായി ലോകം, ഈ നാട് ഒന്നടങ്കം ഉലമാക്കലുണ്ട്, ആരിഫീങ്ങളുണ്ട്, ഔലിയാക്കളുണ്ട്, എല്ലാരും ഒരുമിച്ച് കൂടി 3 ദിവസം മഴയത്തിടുന്ന നമസ്കരിച്ചിട്ട് ഒരു തുള്ളി വെള്ളം പോലും അല്ല നൽകിയില്ല. എവിടുന്നോ വന്ന ഒരു ഫക്കീർ, തുണി പോലും ശരീരത്തിന് മുഴുവനായിട്ടില്ല, ശരീരം മെലിഞ്ഞൊട്ടിയിരിക്കുക, ദരിദ്രനായ ഫക്കീർ വന്ന് സുജൂദിൽ വീണ് അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞപ്പോ അല്ലാഹു ആ നിമിഷം അങ്ങ് മഴ വർഷിപ്പിച്ചു കൊടുക്കുക. അത്ഭുതത്തോടെ നോക്കി പിന്നെ പിന്നാലെ പോയി. ഈ മനുഷ്യൻ എങ്ങോട്ടാ പോണേ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പിന്നാലെ പോയി. ഈ
മനുഷ്യൻ മടന്ന് പോയി തൊട്ടടുത്ത അങ്ങാടിയില. അവിടെ പോയി നല്ല വലിയൊരു കൊട്ടാരത്തിന്റെ അടുത്തുള്ള വലിയ ഒരു ഗേറ്റിലൂടെ അകത്തോട്ട് കയറി അങ്ങ് കടന്നുപോയി. നാട്ടിൽ അന്വേഷിച്ചു, ഇതാര ഭവനോ, ഇതാര വീടാ ചോദിച്ചു. അത് ഇന്നാലിന്നാളെ വീടാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ ആ വീടിനകത്തോട്ട് കയറിപ്പോയി. വിളിച്ചു, പറാവകാരൻ ചെന്ന് പറഞ്ഞു. വീടിന്റെ ഓണർ പുറത്തോട്ട് വന്നു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളെ കണ്ടപ്പോ ലോക പ്രശസ്തനായ മഹാനുഭാവനെ വീട്ടുടമയ്ക്ക് മനസ്സിലായി. ക്ഷണിച്ചു, അകത്ത് കൊണ്ടുപോയി ഇരുത്തി. എന്തിനാ വന്നത് നിങ്ങള്? വെള്ളമൊക്കെ കൊടുത്തിട്ട് ചോദിക്കുക. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞു, എനിക്കൊരു അടിമയെ വേണം, അത് വാങ്ങാൻ വേണ്ടി ഞാൻ വന്നതാ. അകത്ത് പോയി ഒരു 3-4 പേരുമായി മടങ്ങി വന്നു. മുമ്പിൽ നിർത്തി, ഇതാണ് ഇവിടെയുള്ള അടിമകൾ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ നോക്കുമ്പോ അവിടെ നിന്ന് അന്വേഷിച്ച് വന്ന ആളെ കൂട്ടത്തിലില്ല. അവിടെ നിന്ന് പറഞ്ഞു, ഈ അടിമകളല്ല, ഈ വീട്ടിൽ ഇനി വേറെ വല്ല അടിമകളും ഉണ്ടോന്ന് വെച്ചു. അപ്പൊ വീണ്ടും 2 പേരെ കൊണ്ടുവന്നു. അവരത്ര നല്ല ആൾക്കാരല്ല, അത്ര പണിയെടുക്കാൻ പറ്റിയ ആളല്ല. തങ്ങൾക്ക് തരുമ്പോ നല്ല ആളെ തരണ്ടേ എന്ന് വിചാരിച്ചാണ് ഞാൻ കൊണ്ടുവരാത്തത്. അപ്പൊ നോക്കിയപ്പോ ആ കൂട്ടത്തിലും ആളില്ല. വീണ്ടും ചോദിച്ചു, ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ഇനി ഒരാളേ ഉള്ളൂ. അതെങ്ങനെ ജോലിക്കൊന്നും കൊള്ളൂല, ഒരു നീഗ്രോക്കാരനാ, കണ്ടാൽ തന്നെ പറക്കത്തില്ല. പിന്നെയോ അവന് ആരോഗ്യം കുറവാ, കൊണ്ടുപോയാൽ തങ്ങൾക്ക് നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ആ ആളെ കൂടെ വിളിക്ക്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യനെ വിളിച്ചു കൊണ്ടുവന്നു നിന്നപ്പോ അൽഹംദുലില്ലാഹ്, ഞാൻ ആ പർവ്വതത്തിന്റെ മുകളിൽ വന്ന് കണ്ട ആ ചെറുപ്പക്കാരൻ തന്നെ. നോക്കുമ്പോ ഈ ഓണർ പറഞ്ഞ പോലെ, ഉടമ പറഞ്ഞതുപോലെ ആരോഗ്യമില്ല, ശരീരമൊക്കെ മുട്ടി വലിഞ്ഞിരിക്കുന്നു, ആകപ്പാടെ ലൈഫായ മനുഷ്യനാ. ഏതായിരുന്നാലും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ ചോദിച്ചതിന്റെ വില എന്താ? 20 ദീനാറാ. ഇതിന് തങ്ങളായോണ്ട് 10 തന്നാ മതി, കാരണം ഇവൊന്നും കൊള്ളൂലല്ലോ. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞു, 10 ആക്കണ്ട, ഞാൻ 20 തന്നേക്കാം, നിനക്ക് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അങ്ങനെ 20 ദീനാറും കയ്യിൽ കൊടുത്ത് ഈ അടിമയെ വാങ്ങി നേരെ വീട്ടിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഒന്നും മിണ്ടിയില്ല, ഒന്നും മിണ്ടാ നടന്നു പോവാ. അപ്പോഴാണ് ഈ മനുഷ്യൻ തിരിഞ്ഞെന്ന് ചോദിക്കുന്നു, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളെ, എത്രയോ ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ മുന്നിലേക്ക് തന്നിട്ട് ഈ ചാവാലിയായ എന്നെ എന്തിനാണ് അവിടെ നിന്ന് തിരഞ്ഞെടുത്തത്? അത്ഭുതമായ അള്ളാഹുവിന്റെ ആരിഫീകളെ പ്രമുഖനായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ കറാമത്തുടയ മഹാനുഭാവനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ അത്ഭുതത്തോട് ചോദിച്ചു, മനുഷ്യ മോനെ, നീ എന്നെ ഇന്ന് വരെ കണ്ടിട്ടില്ലല്ലോ, എന്റെ പേര് നിനക്ക് എങ്ങനെ അറിയാം? ഇന്ന് വരെ നിന്നെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല, നീ എന്നോട് കണ്ടിട്ടില്ല, കണ്ട ഓർമ്മ എനിക്കില്ല, ഒരു സാധ്യതയുമില്ല. ഈ ഭാഗത്തേക്ക് ഞാൻ ആദ്യമായിട്ടാ കടന്നു വരുന്നതും. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറഞ്ഞു ഒരൊറ്റ വാക്ക്, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളെ, ഞാനും നിങ്ങളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂട്ടുകാരല്ലേ, പിന്നെ എങ്ങനെ പേര് തിരിച്ചറിയാതിരിക്കുക എന്ന് മാത്രം മറുപടി പറഞ്ഞു. പിന്നെ സംസാരമില്ല. നേരെ പോയി അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളെ വീടിനകത്തോട്ട് കേറിയ പാടെ ചോദിച്ചു, മുബാറക് തങ്ങളെ, എനിക്ക് ഒരു പാത്രം വെള്ളം വേണമെന്ന് ഉളൂ ചെയ്യാനുള്ള വെള്ളം വാങ്ങി. ഉളുവെടുത്തു, മുസല്ല വിരിച്ചു, നമസ്കാരം തുടങ്ങി. കുറേ നേരമായിട്ടും തീരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ വന്നു. ഒന്ന് നോക്കുമ്പോ ഇയാള് സുജൂദിലായി കിടക്കുക. സുജൂദിൽ കിടന്ന് പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാഹ്, പടച്ചവനെ, ഇത്രയും കാലം ഈ ദുനിയാവിൽ ഒരാള് പോലും അറിയാതെ കാണുന്നവരെല്ലാം ചിലപ്പോ എന്നെ ഭ്രാന്തനെന്ന് വിളിക്കാം, എന്റെ ഉടമ പോലും എന്നെ അതേ 2ാം കിടക്കാരനായി കണ്ടു. നിന്റെ ഈ ദുനിയാവിൽ നിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിന്റെ അടിമയായി ഞാൻ ജീവിച്ചു വന്നല്ലോ അല്ലാഹ്. പക്ഷേ എന്റെ രഹസ്യം ഇപ്പൊ വെളിപ്പെട്ടിരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു തങ്ങള് അവിടെ നിന്റെ രഹസ്യം മനസ്സിലാക്കി റബ്ബേ. അതുകൊണ്ട് അല്ലാഹ്, ഈ ദുനിയാവിൽ എനിക്കിനി ജീവിക്കേണ്ട റബ്ബേ, ഈ ദുനിയാവിന്റെ പ്രശസ്തി എനിക്ക് വേണ്ട അല്ലാഹ്.
ഈ ദുനിയാവിന്റെ സ്ഥാനമാനങ്ങൾ വേണ്ടേ അല്ലാ? ഈ ദുനിയാവിലെ കറാമത്തുള്ള ഒരു വലിയാണെന്ന് അറിയപ്പെടുന്ന ഒരവസ്ഥ അതും എനിക്ക് വേണ്ടേ അല്ലാ? അതുകൊണ്ട് ഇന്ന് രഹസ്യം വെളിവായ ഒരൊറ്റ കാരണത്താൽ എന്റെ റൂഹ് നീ പിടിക്കണേ റബ്ബേ. പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നത് കണ്ടുകൊണ്ടകത്തോട്ട് പോയ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും പുറത്തോട്ട് വരുമ്പോ ഇദ്ദേഹം സുജൂദിലാ. അനക്കമില്ലാത്ത മനുഷ്യനെ ഒന്ന് അനക്കി നോക്കുമ്പോ അത്ഭുതമേ, ഒരൊറ്റ സുജൂദി കടന്ന് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് മഴ വർഷിപ്പിച്ചതുപോലെ ആ ദുആയിൽ അവിടുന്ന് മരണപ്പെട്ടിരിക്കുന്നു. അല്ലാഹു തമ്പുരാൻ അവിടുത്തെ മരണം നിശ്ചയിച്ചു പോയി. ആ സുജൂദിലായി കിടന്നുകൊണ്ട് വഫാത്തായി. അന്ന് രാത്രി എല്ലാവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് കബറടക്കി വീട്ടിലോട്ട് വന്ന് കിടക്കും മഹാനായ അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ പറയാൻ, അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ആരോ എന്നോട് വിളിച്ചു പറയാ, ഈ മനുഷ്യൻ ഇങ്ങനെ സുന്ദരമായ കട്ടിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു, എന്നോടിങ്ങനെ സുന്ദരമായി പുഞ്ചിരിക്കുന്നു. അപ്പോൾ ആരോ വിളിച്ചു പറയുകയാ എന്നോട്, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ ഒരുപാട് തരത്തിലുള്ള ആരിഫീങ്ങളുണ്ട്. മഹാനായ മാലിക് ഇമാം തങ്ങളെ പോലെയോ ആരിഫീങ്ങളുണ്ട്. എങ്ങനെ എപ്പോ വെളിയിറങ്ങിയാലും നല്ല ടിപ് ടോപ്പിൽ ഏറ്റവും മുന്തിയ വസ്ത്രം ധരിച്ച് ഏറ്റവും നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്ന മഹാന്മാരുണ്ട്. എന്നാലോ ദുനിയാവിൻ്റെതായ നേതാക്കന്മാരായി മാറിയ രാജാക്കന്മാരായി മാറിയ മഹാന്മാരുണ്ട്. എന്നാൽ വിലായത്തിലേക്ക് കടക്കുമ്പോ തന്റെ രാജപദവി വിട്ടെറിഞ്ഞു പോയ മഹാന്മാക്കളുണ്ട്. എന്നാൽ ഇതൊന്നിലും പെടാതെ കണ്ടാൽ ഒരു ഭ്രാന്തൻ എന്ന് തോന്നുന്ന കോലത്തില് കുറെ നാളുകൾക്ക് മുമ്പ് ഭീമാപ്പള്ളിയുടെ ചുറ്റുഭാഗത്ത് കൂടി ഒരു നീണ്ട 33 വർഷക്കാലം ഒരു ഭ്രാന്തനാണെന്ന് പലരും മുദ്ര കുത്തിക്കിട്ട് ഇവിടെ ചുറ്റിമടന്ന, എന്നാൽ പലപ്പോഴും ഭീമാപ്പള്ളിയുടെ ഓരത്തുള്ള കടപ്പുറത്തിന്റെ വെള്ളത്തിന് മുകളിലൂടെ സുന്ദരമായി ഭൂമിയിൽ മടക്കുന്നത് പോലെ മടന്നുപോയ, കാണുന്നവരൊക്കെ ബീഡി കൊണ്ടുപാടാ എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്ന ഭ്രാന്തനെ പോലെ ഓടിമടന്നൊരു മഹാനുഭാവൻ ഉണ്ടായിരുന്നു. അന്ന് ഒരു പക്ഷേ അനുഭവസ്ഥരായ പലരും പറയുന്നത്, അന്ന് നമ്മുടെ നാട്ടുകാരായ പലരും മുസ്ലിമീങ്ങളൊക്കെ അദ്ദേഹത്തിനെ ആട്ടി ഓടിച്ചു എന്നാ പറയണേ. അപ്പോഴൊക്കെയും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഭക്ഷണം കൊടുത്ത ക്രൈസ്തവ സഹോദരങ്ങളാ. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഹോദരങ്ങളാണ് ഏറ്റവും കൂടുതൽ അവിടുത്തെ കറാമത്തുകൾ ആശ്രയിച്ചുള്ളത് എന്ന് ഒരു ക്രൈസ്തവ സഹോദരി, വയസ്സിക്കുന്ന സഹോദരി എന്റെ മുന്നിലിരുന്ന് വിങ്ങിപ്പൊട്ടി പറയുമ്പോ സുബ്ഹാന ജല്ല ജലാലു, അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ആ മഹാനുഭാവന്റെ ഉറൂസിനോടനുബന്ധിച്ചുള്ള 53ാമത്തെ ഉറൂസിനോടനുബന്ധിച്ചുള്ള ഈ സദസ്സിൽ അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ പ്രോട്ടോകോളിന്റെ മധ്യത്തിലും എല്ലാ റെസ്ട്രിക്ഷനുകളും പാലിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദരങ്ങളും ഈ റബീഉൽ ആഖിറിന്റെ ഒന്നാകുമ്പോ കൊടിയേറ്റിന് വേണ്ടി എവിടെ നിന്നില്ലാതെ ഓടിയെത്തുന്ന ഈ മഹത്വമാണ്. ഭാവമസ്ഥാനങ്ങൾ എന്താണ് എന്ന് ചോദിക്കുന്ന ചില പമ്പര വെട്ടിക്കലുണ്ട്. അത് ചില ഭീമാപ്പള്ളിയിൽ ഉണ്ടാവാം, പല ഭാഗത്തുണ്ടാവാം. എന്താണ് ഈ ഭാവമസ്ഥാനം എന്ന് ചോദിക്കുന്ന പമ്പര വെട്ടികൾക്ക് മറുപടി ഇതാ അല്ലേ, വജഅൽനി ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത പോലെ ഇവിടെ നിന്നില്ലാതെ ഒരുപക്ഷെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ബ്ലോക്കിൽ പെട്ട് കിടക്കുമ്പോ ഇവിടുത്തെ ഉസ്താദുമാരെയോ മുഅദ്ദിനെയൊക്കെ വിളിച്ച് ചോദിക്കും, ആളുകളൊക്കെ ഉണ്ടോ, പ്രോട്ടോകോളൊക്കെ എങ്ങനെയാ സൂക്ഷിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. പറയാം ഇപ്പൊ ആളൊന്നുമില്ല. പക്ഷെ എവിടെ നിന്നില്ലാതെ ആ സമയത്ത് അരിച്ചരിച്ചു ഉറുമ്പുകളെ പോലെ ഓടിയെത്തുന്ന മുഹിബ്ബീങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ ഇരിക്കുന്നവരായ ഏറ്റവും കൂടുതൽ കറാമത്ത് ആസ്വദിച്ചവര് ഈ മഹാനുഭാവൻ കിളിമാനൂരിന്റെ തട്ടത്തുമലയുടെ ചടയമംഗലത്തിന്റെ കടുവാപ്പള്ളിയുടെ പല ഭാഗങ്ങളിലും ഒരുപാട് വീടുകളിൽ ഇരുന്നതായി പലരും അനുഭവങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെക്കാളേറെ ഈ ഇരിക്കുന്നവരെക്കാളേറെ ഒരുപക്ഷെ ഭീമാപ്പള്ളിയിലെ വാസികളെക്കാളേറെ മഹാനായ ഭാവമസ്ഥാനമായി ബന്ധമുള്ളവരും കറാമത്തുകൾ ആസ്വദിച്ചവരും ഈ വരുന്ന വിദേശക്കാരാണ്. അല്ലാഹു ആ കറാമത്തും അത്ഭുതങ്ങളും തനി ആവർത്തനം പോലെ എന്നുമെന്നും അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. ആസ്വദിക്കാൻ നമുക്കൊക്കെയും ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു എന്നും ഖൈറിലൂടെ ജീവിക്കാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. അൽഹംദുലില്ലാ, ഭീമാപ്പള്ളിയുടെ പുതിയൊരു കമ്മിറ്റി ചാർജ് എടുത്തു. എന്തൊക്കെയായിരുന്നാലും ഇൻഷാ അല്ലാഹ് മറ്റു ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ വെള്ളിയാഴ്ചയിലേക്ക് നമുക്ക് മാറ്റാം.
നമ്മുടെ ഈ കമ്മിറ്റി പലപ്പോഴും ഇല്ലേ, സെക്രട്ടറി ആദ്യം പറഞ്ഞ് ഞാനാ കുഴപ്പക്കാരനെന്നാ പറഞ്ഞത്. കാരണം എന്താ അറിയോ, കഴിഞ്ഞ സ്വലാത്തിന് വന്നിട്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയി, ദുആ ചെയ്തപ്പോൾ നീ സെക്രട്ടറി ആയി പോയെന്ന് അറിയാതെ. അപ്പൊ ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നല്ലത് കാഴ്ചവെക്കാൻ അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. പ്രസിഡന്റ് എല്ലാ മക്കാമിലും സിയാറത്തിന് വരുന്നു. നമ്മൾ നോക്കിക്കേ, തലയിലേക്ക് നമ്മുടെ മായം വൈശിഷ്ട പറഞ്ഞ പോലെ തലയിലേക്ക് കിരീടം കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും തിരിച്ചറിയാത്ത ലോകമായി നമ്മൾ മാറരുത്. ഉലമാക്കളുണ്ട്, ചോദിച്ച് കാര്യങ്ങൾ നടത്തുന്ന ഒരവസ്ഥയിലേക്ക് മാറുക. ജമാഅത്ത് കമ്മിറ്റികളും ഓഫീസുകളും ബാങ്കിന്റെ ഇക്കാമത്ത് കൊടുക്കുമ്പോൾ പൂട്ടിയിടുന്ന ഒരവസ്ഥ വേണം. അകത്തിരുന്നുകൊണ്ട് പൂട്ടാനല്ല പറയണത്, അത് പൂട്ടിക്കിട്ട് ഇൻഷാ അല്ലാഹ് ജമാഅത്തിൽ പങ്കെടുക്കുന്ന ഒരവസ്ഥ വരണം. മക്കാമിൽ ദുആ നടക്കുമ്പോ പള്ളിയുടെ ഭാരവാഹികളും നാട്ടുകാരും വരുന്നൊരവസ്ഥ വരണം. സ്വലാത്തിൽ ഇവിടെ പള്ളി മറിയുന്നൊരവസ്ഥ വരണം. മാസത്തിന്റെ ആദ്യത്തെ വ്യാഴാഴ്ച അൽഹംദുലില്ലാഹ്. എങ്കിൽ ഈ നാടുകൾ ഇനിയും പുണ്യമായി മാറും. അള്ളാഹു അത്ഭുതങ്ങൾ തരും. കൊറോണ പോലെ ഇനിയും വരാനുള്ള ഒരുപാട് മഹാമാരികളിൽ നിന്നും അള്ളാഹു സംരക്ഷണം തരും. അള്ളാഹു പൂർണ്ണമായി സംരക്ഷണം തരട്ടെ. ഈ മഹത്തുക്കളുടെ മഹബത്ത് കൊണ്ട് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിൽ നമ്മെ വിജയിപ്പിക്കട്ടെ. ആത്മീയത ഉള്ളിലേറ്റി മഹാനായ ഇബ്നുൽ മുബാറക് തങ്ങളെ കണ്ട ആ മനുഷ്യനെ പോലെ ഒരു മസ്താനായി ആത്മീയത ഉള്ളിലേറ്റി ഉമ്മച്ചാറയും മാഹീൻ അബൂബക്കർ തങ്ങളെയും ഓരത്ത് വന്ന് സ്വപ്നത്തിലൂടെ വന്ന് ഇവിടെ കിടന്നോന്ന് പറഞ്ഞ് മഹാനായ നമ്മുടെയൊക്കെയും ആത്മീയ പിതാവ് മാഹീൻ അബൂബക്കർ തങ്ങളുടെ അനുഗ്രഹത്തോടെ ആത്മീയമായ ആ ഒരു നിയന്ത്രണത്തിലൂടെ ഇവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഓരം വിട്ടുപോകാൻ ഇഷ്ടമില്ലാതെ ഈ നാടിൽ തങ്ങി അവസാനം നമുക്കെല്ലാം ഒരു ഭാഗ്യമായി മാറിയ മഹാനുഭാവൻ അള്ളാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ. ആ കറാമത്തുകൾ എന്നുമെന്നും ആസ്വദിക്കാൻ നമുക്കൊക്കെ ഈ ഭാഗ്യം തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന പരിശുദ്ധമായ വാക്യത്താൽ ഈ ബാവമസ്താന്റെ 53ാമത് ഉറൂസ് മഹാമഹം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അല്ലാഹു അക്ബർ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രസിഡന്റ് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു വാക്ക് ആശംസ പറയും ഇൻഷാ അല്ലാഹ്. അപ്പോ നമുക്കറിയാം മാഹീൻ അബൂബക്കർ തങ്ങളുടെ പേരിൽ കെ മാഹീൻ ഇൻഷാ അല്ലാഹ് മാഹീൻ പിള്ള ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോ ആ മഹാനുഭാവന്റെ പേര് ആ ബറക്കത്തോടെയും ആ നസറോടെ ജീവിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം തരട്ടെ. എല്ലാ പുഴുക്കുത്തുകളും മാറ്റി, എല്ലാ അസ്വാരസ്യങ്ങളും മാറി, എല്ലാ അസ്വസ്ഥതകളും മാറി ഇൻഷാ അല്ലാഹ് സ്വസ്ഥതയിലേക്ക് ഒരു മടക്കത്തിന് ഈ കമ്മിറ്റിക്ക് അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രസിഡന്റ് 2 വാക്ക് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് യാസീനായി ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള നാട്ടുകാരെ, സഹോദരന്മാരെ, പിതാക്കന്മാരെ, നാം ഇവിടെ കൂടിയിരിക്കുന്നത് ബാവമസ്താൻ അസീസിന്റെ ആണ്ടിന്റെ കൊടിയേറ്റ ദിവസമാണ്. എല്ലാ സഹോദരന്മാരും ഈ ഇത്രയും ആൾക്കാർ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നുകയാണ് ഇത്രയും ആൾക്കാർ പങ്കെടുത്തതിലും ഈ ദർഗാ ഷരീഫിൻ്റെ ഈ പരിപാടി വിജയിപ്പിച്ചതിൽ ഞാൻ ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങൾ അദ്ദേഹത്തിന് എൻ്റെയും ജമാഅത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഇമാമിങ്ങൾ, ഞങ്ങളുടെ ജമാഅത്തിലെ എല്ലാ മെമ്പർമാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് ആവശ്യങ്ങളുമായി മക്കളില്ലാത്തവരുണ്ട്, ക്യാൻസർ വന്നവരുണ്ട്, ബ്രെയിൻ ട്യൂമർ വന്നവരുണ്ട്, അതുപോലെ തന്നെ കിഡ്നി തകരാറുള്ളവരുണ്ട്, അതുപോലെ പൈസ നഷ്ടപ്പെട്ടു പോയിട്ട് വല്ലാതെ കടത്തിലകപ്പെട്ടവരുണ്ട്. ഒരുപാട് വിഷമങ്ങളോടെ ഇരിക്കുന്നവരുടെ അല്ലാഹു എല്ലാം പൂർണ്ണമായും മഹ്റജ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ-ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله
صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي للأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فغشيناهم فهم لا يبصرون فسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع الذين محضرون وآية لهم الأرض الميتة وحينها وأخرجنا منها حبا فهم يأكلون وجعلنا فيها جنات من نخيل وعنب وفجرنا فيها من العيون ليأكلوا من ثمره وما عملت أيديهم فلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض من أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم للشمس ينبغي لها أن تدرك القمر ولليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون ولا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ بالصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع الذين محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون
هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم امتازوا اليوم أيها المجرمون ألم عهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق فلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع وشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى هو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والنار الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم إني أسألك باسمك الأعظم المكتوب من نور وجهك الأعلى المؤمد الدائم الباقي المخلد في قلبك في قلب نبيك ورسولك سيدنا محمد صلى الله عليه وسلم وأسألك باسمك الأعظم الواحد بوحدة الأحد المتعالي أن وحدة الكم والعدد المقدس أن كل أحد بحق بسم الله الرحمن الرحيم
قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد أن تصلي على سيدنا محمد سر حياة الوجود والسبب الأعظم لكل موجود صلاة تثبت في قلوبنا الإيمان وتحفظنا القرآن وتفكمنا منه الآيات وتفتح لنا بها نور الجنات ونور النعيم ونور النظر إلى لقاء وجهك الكريم وبارك وسلم عليه كثيرا. اللهم صل على سيدنا محمد ما اختلف الملبان وتعاقب العسران وكر الجديدان واستقل الفرقدان. بلغ روحه وارواح اهل بيته منا التحية والسلام وبارك وسلم عليه. اللهم اوصل مثل ثواب ما قرأناه من القرآن العظيم بعد القبول أولا منا إلى حضرة سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أصحاب البدرين والأحدين والخندقين والخيبرين وسائر الصحابة والقرابة كلهم أجمعين رضوان الله تعالى عن كل واحد منهم أجمعين وإلى حضرات مشايخنا ومشايخ زلزلتنا ومشايخ زلزلة القادرية والرفاعية والنقشبندية والزهربردية وسائر طرقات المرضية يا رب العالمين وإلى حضرة القطب الرباني والغوث الصمداني قطب الأقطاب الشيخ سيد محي الدين عبد القادر الجيلاني وإلى حضرة سلطان العارفين سيدنا أحمد الكبير الرفاعي وإلى حضرة سلطان العارفين سيدنا أحمد البدوي وإلى حضرة سلطان العارفين سيدنا أحمد بن علوى وإلى حضرة سيدنا إبراهيم الدسوقي وإلى حضرة سيدنا أبو الحسن علي الشاذلي وإلى حضرة سلطان العارفين سلطان الهند خواجة معين الدين جستي الأجميري وإلى حضرة سيد إبراهيم بادش الأزبدي وإلى حضرة ميران الشاه الحميد الناظوري وإلى حضرة كتب الزمان السيد علوي المنظرمي وإلى حضرة بما أمة رضي الله عنه وإلى حضرة ولي الله مهين أبو بكر رضي الله عنه وإلى حضرة ولي الله بابا مستان قدس الله سره الذي دفن في هذه البقعة الشريفة خاصة وإلى حضرات دفنوا حوالي مسجدنا يا رب العالمين وإلى حضرات من ماتوا منا ومن آبائنا ومن أمهاتنا ومن أجدادنا ومن جداتنا ومن أعمامنا ومن عماتنا ومن سائر أقاربنا يا رب العالمين. اللهم اغفر لنا واغفر لهم يا غافر المذنبين. اللهم ارحمنا وارحمهم يا راحم المساكين. اللهم ارفع درجاتهم عندك يا الله. اللهم ارفع درجاتهم عندك يا الله. الله الله ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയതൊക്കെയും കബൂലാക്കണേ അല്ലാ. ആരംഭ റസൂലുള്ളാഹി തങ്ങളടക്കമുള്ള ഔലിയാഇന്റെ ഹദറാത്തുകൾ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അർഫ
ഹർഫം ബി ഹർഫായി പിഴവ് മുക്തമായ നിലയിൽ കബൂലാക്കും തമ്പുരാനെ, മക്ബൂലാക്കണേ അല്ലാഹ്, മർദൂദാക്കല്ല തമ്പുരാനെ. അല്ലാഹ് അല്ലാഹ് പടച്ചവനെ, ജീലാലിത്തങ്ങളും ദിഫായിത്തങ്ങളും അടക്കമുള്ള നിങ്ങളുടെ ആത്മീയ മശായികന്മാർ, അല്ലാഹുവേ, ലോകത്ത് കടിഞ്ഞുപോയ ഔലിയാക്കൾ, ഈ രാജ്യത്തടങ്ങിയിരിക്കുന്ന ഔലിയാക്കൾ, ഈ കേരളത്തിന്റെ ഓരത്തുള്ള മഹത്തുക്കളാണ് സാദാത്യങ്ങൾ, ആരിഫീങ്ങൾ. അല്ലാഹുവേ, ഈ നാടിന്റെ അഭയമായ ഞങ്ങളുടെ ആത്മീയ മാതാവ് ഭീമാ ഉമ്മച്ചാര ഓരത്തെത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. വഹീന അബൂബക്കർ തങ്ങളുടെ ഓരത്തെത്തിക്കണേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളെ ആരെ ഉദ്ദേശിച്ച് ഇവിടെ ഒരുമിച്ച് കൂടിയോ 53-ാമത് ആണ്ടിലാണ് ഞങ്ങളുള്ളത് തമ്പുരാനേ. ഞങ്ങളുടെ ആശയായ അഭിലാഷമായി വന്നിരിക്കുന്നവരുടെ പ്രതീക്ഷാ കേന്ദ്രമായ ഭാവമസ്ഥാനം മഹാനുഭാവന്റെ ഓരത്ത് ഖാസായ നിലയിൽ നീ എത്തിക്കണേ അല്ലാഹ്, എത്തിക്കണേ അല്ലാഹ്. അവിടത്തേക്ക് ഇഷ്ടമുള്ള മജ്ലിസാക്ക് തമ്പുരാനെ. അല്ലാഹുവേ, അവിടുന്ന് ഞങ്ങളെ നോക്കണേ അല്ലാഹ്. അവിടുത്തെ നളുറും നസുറും ഞങ്ങൾക്ക് തരണം അല്ലാഹ്. അവിടുത്തെ നളുറും നസുറും ഞങ്ങൾക്ക് തരണം അല്ലാഹ്. ഈ ബറക്കത്ത് കൊണ്ട് ഉമ്മച്ചാര വൃത്തി തരണേ അല്ലാഹ്. ആഹീന അബൂബക്കർ വലിയുള്ളാന്റെ തൃപ്തിയും ഈ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ നാടിനോ ഞങ്ങൾക്കോ ഏതെങ്കിലും വിധത്തിലുള്ള പൊരുത്തക്കേടുകളെ മഹത്തുക്കളോട് വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹ്, ഉമ്മച്ചാക്കെന്തെങ്കിലും അതിർത്തി ഞങ്ങളോട് ഈ നാടിനോട് വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹ്, ഈ മഹനീയമായ സാന്നിധ്യം കൊണ്ട് ഭാവമസ്താർ ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളുടെ ബറക്കത്തിനാലും മാറ്റി തരണേ അല്ലാഹ്, മാറ്റി തരണേ അല്ലാഹ്. അല്ലാഹ് അല്ലാഹ്, ഒരുപാട് ആശകളോടെ പരീക്ഷകളോടെ ഒരുപാട് സ്വപ്നങ്ങളോടെ ഓടി വന്നവരാണ് തമ്പുരാൻ. ഈ വന്നിരിക്കുന്ന എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഈ ഇരിക്കുന്ന ഓരോ മനസ്സിലും ഒരു 100 സ്വപ്നങ്ങളാണ് അല്ലാഹ്. അല്ലാഹ് റബ്ബി അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിന്റെ ആശകൾ നീ പൂവണിയിച്ചു തരണേ അല്ലാഹ്. അഭിലാഷങ്ങൾ നിറവേറ്റി തരണേ അല്ലാഹ്. ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ, കോവിഡിൽപ്പെട്ട് ഞങ്ങൾ ഉലയുന്നു തമ്പുരാൻ. ഞങ്ങൾക്ക് രോഗം തന്നില്ലല്ലോ, വല്ലാത്ത അനുഗ്രഹമാണല്ലാഹ്. അത് മറന്നുകൊണ്ടല്ല റബ്ബേ, രോഗം മാത്രമല്ല അല്ലാത്ത പരീക്ഷണത്തിലാണ്, ദാരിദ്ര്യത്തിലാണ്, വരുമാനക്കുറവുകളിലാണ്, ബിസിനസ്സുകൾ അലങ്കോലത്തിലാണ്, ഞങ്ങളുടെ നിത്യജീവിതങ്ങൾ നടക്കുന്നില്ലേ അല്ലാഹ്. ലോകമാകെ വിറങ്ങലിച്ചേ റബ്ബേ, നിന്റെ അധികാരം ലോകം പോലും സമ്മതിച്ചു അല്ലാഹ്. ലോക പോലീസുകാരെ പോലും മുട്ടുമടക്കി അല്ലാഹ്. ഒരാളോട് സഹായം ചോദിക്കാത്ത അമേരിക്ക പോലും വാവിട്ട് നിലവിളിച്ചു പോയി അല്ലാഹ്. ഈ ലോകത്തിന്റെ രാജാവ് നീ തന്നെയാ, ഈ ലോകത്തിന്റെ രക്ഷിതാവ് നീ തന്നെയാണ്. ഞങ്ങൾ വെറും അടിമകൾ മാത്രമാണ് അല്ലാഹ്. ഞങ്ങൾ സമ്മതിക്കുന്നു റബ്ബേ, പക്ഷേ ഞങ്ങൾ ഒരുപാട് വേദനകളിലാണ്. ഞങ്ങളുടെ വേദനകൾക്ക് പരിഹാരം തരണേ അല്ലാഹ്. ഞങ്ങളുടെ സാമ്പത്തികമായ വരുമാന മാർഗങ്ങള് ഈ കൂടിയായിരങ്ങളിൽ അല്ലാഹുവേ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. എല്ലാം വ്യത്യസ്തമായി അറിയുന്ന തമ്പുരാൻ, ഞങ്ങളെ ഓരോരുത്തരുടെ വരുമാന മാർഗങ്ങളിലും വർധനവ് താ അല്ലാഹ്. മത്സ്യബന്ധനത്തിന് പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്, എന്ത് ചെയ്തിട്ടും എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും പടച്ചവനെ മീന് കിട്ടുന്നില്ലല്ലോ, വേദനയോട് പറഞ്ഞവരുണ്ട് അല്ലാഹ്. അവർക്ക് എത്രയും വേഗം മത്സ്യം നൽകണേ അല്ലാഹ്. ഈ നാട്ടിൽ നിന്ന് മത്സ്യബന്ധനത്തിനായ കടലിനോട് വല്ലിടാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാ, അവരെ വെറും കയ്യോടെ മുടക്കിയേക്കല്ല തമ്പുരാൻ.
അല്ലാഹുവേ പലപ്പോഴും കറാമത്തിന്റെ വശത്താലും ഈ കടലിലൂടെ പാദമൂന്നി മഹാനായ ഭാവമസ്ഥാന പാദത്തിന്റെ ബറക്കത്തിനാൽ ഈ നാടിൽ ബറക്കത്ത് തരണമല്ല. ഈ നാടിന്റെ സമുദ്രത്തിൽ നിന്റെ ഖജാനകൾ തുറക്കറബേ. ഈ നാടിന്റെ ബിസിനസ്സുകാരുണ്ട്, കച്ചവടക്കാരുണ്ട്, പലവിധത്തിലായ തൊഴിലുകളുമായി ഏർപ്പെടുന്നവരുണ്ട്. ബറക്കത്ത് നൽകണം അല്ലാ, വർധനവ് നൽകണേ അല്ലാ. പള്ളിയും മക്കാമും സജീവമാക്കണമല്ല. അല്ലാഹുവേ ജനനിബിഡമാക്കണമല്ല. പടച്ചവനെ ഈ നാടിൽ നീ കൊറോണ ബാധിപ്പിക്കില്ലേ. ഇവിടെ വരുന്ന ഒരാൾക്കും മാറാ രോഗങ്ങളും തരല്ലേ. അല്ലാഹുവേ കോവിഡ് ഞങ്ങളെ ഏൽപ്പിക്കല്ല തമ്പുരാനെ. ഈ ആരിഫീങ്ങളുടെ ഓരം നീ സംശുദ്ധമാക്കണേ അല്ലാ. പടച്ചവനെ ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, കിഡ്നി തകരാറ് പോലെ മാറാ രോഗങ്ങളെ കൊണ്ട് വലയുന്നവരെത്രയാ. ഈ ഓരത്ത് വന്ന് പൊട്ടിക്കരയുന്നവർക്ക് താമാള ശമനം നൽകണമല്ലോ, താമായ ശമനം നൽകണമല്ലോ, താമായ ശമനം നൽകണമല്ലോ. അല്ലാഹുവേ ഇവിടെയും വിദേശങ്ങളുമായി ദുആക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ സഹോദരങ്ങളാണ്, ഉമ്മമാരാ, പൊന്നുമക്കളാണ്. എല്ലാവർക്കും കബൂലിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് കടത്തിലായി വലയുന്നവരുണ്ട്, ബിസിനസ്സുകൾ മുടങ്ങിപ്പോയി വലയുന്നവരുണ്ട്. എല്ലാം വിജയത്തിലാക്കി തരണേ അല്ലാ. ഇന്ന് വരെ ഞങ്ങളെ ജീവിതം റാഹത്താ, എത്ര സ്തുതിച്ചാലും മതി വരൂല റബ്ബേ. പക്ഷേ നാളെ മുതൽ ഞങ്ങളുടെ ഭക്ഷണങ്ങൾ എവിടെയാണ്, ഞങ്ങളെ സമ്പാദ്യങ്ങൾ എവിടെയാ, ഞങ്ങളെ അനുഗ്രഹങ്ങൾ എവിടെയാ? അറിയുന്നവന് നീ മാത്രമാണ്, തരുന്നവനും നീ മാത്രമാണ്. വാരിക്കോരി തരണേ അല്ലാ. നീ തരുന്ന അനുഗ്രഹങ്ങളല്ല ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയല്ല തമ്പുരാൻ. ഷുഗർ പോലെ, കട്ടോൾ, കൊളസ്ട്രോൾ പോലെ ഒരുപാട് ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങൾ വലയുന്നുറമ്പ്. ഞങ്ങൾക്ക് താമായ ശമനം താ അല്ലാ. ഞങ്ങളുടെ ശരീരങ്ങളിൽ എന്ത് രോഗമുണ്ടെന്ന് അറിയുന്നവന് നീ മാത്രമാണല്ലോ. ഡോക്ടർമാര് പോലും കൈവിട്ടു പോയ എത്രയോ രോഗികളാ. ഉമ്മച്ചാര ഓരത്ത് വന്ന്, ഭാവമസ്ഥാന ഓരത്ത് വന്ന് പൊട്ടിക്കറിയുമ്പോ താപാട് ശമനം കൊടുത്തല്ലോ. ഏത് ഡോക്ടർമാര് കൈവിട്ടാലും നീ അറിയാതെ ഒരാള് രോഗിയാവൂലല്ലോ. നീ അറിയാതെ ഒരാള് രോഗം ശമനം പ്രാപിക്കൂലല്ലോ. താപായ ശമനം തരണേ അല്ലാ. ഞങ്ങളെ ബലഹീനതകളെ മാറ്റിത്തരണേ അല്ലാ. ഇസ്സത്തോടെ, ഇമ്മത്തോടെ, സിഹത്തോടെ നിങ്ങൾക്ക് ഭാഗ്യം താ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ, ദോഷികളാണ് അല്ലാ. ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. പാപവസ്ഥാടെ നോട്ടം തരണേ അല്ലാ. ഉമ്മച്ചാർ നോട്ടം തരണേ അല്ലാ. ബോധകൃതങ്ങളെ ഓട്ടം തരണേ അല്ലാ. പടച്ചവനെ ഈ നാടിന് അനുഗ്രഹമുള്ള കബൂലിയത്തുള്ള നല്ല ഖാദിമീങ്ങളെ തരണേ അല്ലാ. പടച്ചവനെ പ്രാബല്യത്തിൽ വന്ന പുതിയ കമ്മിറ്റിയിലെ ഓരോ ഭാരവാഹികളും ഇവിടെ അനുസ്മരിക്കപ്പെട്ടതുപോലെ അല്ലാഹുവേ ഇബാദത്തുടയവരാക്കറബ്, ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരാക്കണേ അല്ലാ. നഷ്ടങ്ങൾ ഈ പള്ളിക്ക് തരുന്നവരാക്കല്ല, വിജയം നൽകുന്നവരാക്കണേ അല്ലാ. ഈ നാടിനെ അഭിമാനമാക്കണേ അല്ലാ. ഇതുവരെയുള്ള ചരിത്രങ്ങളെ പടച്ചവനേ പ്രകാശം കൊണ്ട് മാച്ചുകളയാ കെൽപ്പുള്ളവരാക്കണേ അല്ലാ. അവിടെ നിയ്യത്തുകളെ കബൂലാക്കണേ അല്ലാ. പള്ളിയുടെ സേവനങ്ങൾ അല്ലാഹുവേ ഉലമാക്കൾ പറയുന്നത് പോലെ തീ കൊണ്ടുള്ള കളിയാണ്. പള്ളിയിലെ ഒരു നിമിഷത്തെ സേവനം കൊണ്ട് നരകം വിലയ്ക്ക് വാങ്ങാൻ കഴിയുമല്ലോ റബ്ബേ. അത്തരം ഗതികെട്ട സേവകന്മാരിൽ ഈ വന്ന ഒരാളെയും പെടുത്തില്ലേ അല്ലാ. എന്നാൽ ഒരു നിമിഷത്തിന്റെ ഹിദമത്ത് കൊണ്ട് സ്വർഗം വാങ്ങാനും കഴിയുമല്ലോ അല്ലാ. അത്തരം ഭാഗ്യമുള്ളവരാക്കണേ അല്ലാ, ഭാഗ്യമുള്ളവരാക്കണേ അല്ലാ. ഈ വന്നുകൂടിയ ഉമ്മമാര്, സഹോദരങ്ങൾ, ഉപ്പമാര് ഓടി വന്ന് കൈപിടിക്കുന്നവരാ.
കോവിഡിൽപ്പെട്ട് കയ്യിൽ പോലും ഒന്ന് പിടിക്കാതെ ബഹുമാനത്തോടെ മാറി നിന്ന് നിങ്ങളോട് സലാം പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരാ. ഞങ്ങൾക്കൊരു നാശം ഇനി ഇവിടെ തരല്ല അല്ലാ, ഒരു മഹാമാരി വരുത്തല്ല അല്ലാ, ഒരു പരീക്ഷണം തരല്ല അല്ലാ, ഒരു പ്രകൃതിക്ഷോഭങ്ങൾ തരല്ലേ അല്ലാ. സാമ്പത്തികമായ ദാരിദ്ര്യമാണ് പരീക്ഷണങ്ങൾ ഞങ്ങളിൽ ഒരാൾക്കും വരുത്തല്ലേ അല്ലാ, വരുത്തല്ലേ അല്ലാ, വരുത്തല്ലേ അല്ലാ. ആരിഫീങ്ങൾ ഇറങ്ങുന്ന നാടാ, ആ പവിത്രതയോടെ ജീവിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ മഖാമിലേക്ക് ഒരുപാട് സംഭാവന കൊടുക്കുന്നവരുണ്ട്, ആട് കൊടുക്കുന്നവരുണ്ട്, സ്വർണം കൊടുക്കുന്നവരുണ്ട്. അല്ലാഹുവേ കബൂലാക്ക് തമ്പുരാൻ. ഏതൊന്നിനു വേണ്ടി അവര് കരുതിയോ അതൊക്കെയും ഹസലാത്ത് നൽകണമല്ലാ. ഈ മഖാമിൽ വരുന്ന ഒരാളെയും പാടാക്കല്ല റബ്ബേ, വൃഥാവിലാക്കല്ല അല്ലാ. പൂർണ്ണമായ ഹസലാത്തിലാക്കണേ അല്ലാ, പൂർണ്ണമായ ഹസലാത്തിലാക്കണേ അല്ലാ. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മാനസിക രോഗികളുണ്ട് തമ്പുരാൻ, എല്ലാവർക്കും താപായ സമനം നൽകണേ അല്ലാ. സിഹ്ർ ബാധിച്ചവരുണ്ട് അല്ലാ, എല്ലാം ബാത്തിലാക്കി നൽകണം അല്ലാ. ശൈത്താനിയത്ത് ബാധിച്ചവരുണ്ട് അല്ലാ, നിന്റെ പവിത്രമാണ് കെട്ടിടണേ അല്ലാ. എല്ലാത്തിനെയും മാറ്റി ഓടിക്കണേ അല്ലാ. ഒരു ശൈത്താനിയത്ത് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അല്ലാഹുവേ സിഹ്ർ പോലെ ശൈത്താനിയത്ത് പോലെ ജിന്ന് കൊണ്ടുള്ള ശർറുകൾ ഏറ്റവരുണ്ട് അല്ലാ, എല്ലാം മാറ്റി തരണേ അല്ലാ. പടച്ചവനെ ഒരു ഹസദും ഞങ്ങളെ ഏൽപ്പിക്കല്ല റബ്ബേ, ഒരു സാഹിറിന്റെ സിഹറും ഞങ്ങളെ ഇരകളാക്കല്ല റബ്ബേ, ഒരു ഹാസദിന്റെ ഹസദിലും ഇരകളാക്കല്ല അല്ലാ. ഒരു ഫിത്നയിലും ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. ജീവിക്കുന്ന കാലം ഇസ്സത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. ഒരു മഖ്ലൂക്കിന്റെ മുന്നിലും യാതനാരൂപേണ കൈനീട്ടേണ്ട ഗതികേടില്ലാതെ ജീവിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ഈമാനാണ് ആരംഭ റസൂലുള്ളാഹ്, ആരംഭ റസൂലുള്ളാഹ്. ആ മുത്തിന്റെ മുഖം കണ്ട് മരിക്കാൻ ഭാഗ്യമുള്ളവരാക്ക് റബ്ബേ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹദാ ജമ്മൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ വലാ തജഅൽ അല്ലാഹുമ്മ മിന്നാ വലാ ഫീനാ വലാ മഅനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പതാക ഉയർത്തുന്നത് നമ്മുടെ ആദരണീയ പ്രസിഡന്റ് എ മാഹിം സാഹിബ് അവറുകളാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. അതോടൊപ്പം എല്ലാവരോടും ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്, ഈ കൂടിയവർക്കൊക്കെ ഭാവമസ്ഥാനെ കൊണ്ടുള്ള അത്ഭുതങ്ങളും കറാമത്തുകളും ആസ്വദിച്ചവർ ഒരു പേപ്പറിൽ എഴുതി എനിക്ക് കിട്ടാൻ പാകത്തിന് നമ്മുടെ മുഅദ്ദിനെയും ഉസ്താദിനെയൊക്കെ ഏൽപ്പിക്കുക. അവിടുത്തെ കറാമത്തുകൾ എല്ലാവർക്കും പരിചയപ്പെടുത്താനാണ്. പേര് പറയാൻ കുഴപ്പമില്ലാത്തവർ ആ പേരും കൂടി എഴുതുക. ഏത് മതസ്ഥലും ആയിക്കോട്ടെ, അല്ലാഹു സ്വീകരിക്കും. قولوا تكبير، 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 قولوا تكبير. الله أكبر. رضي الله عني بأمة ورضوا عن كل
نكون لهم بمحيط أبي بكر رضي